എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി. ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. ലഹരിക്കെതിരെ ആനന്ദ് അംബുജാക്ഷന്റെ കോയമ്പത്തൂരിലേക്കുള്ള സൈക്കിൾ യാത്ര ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകൾ, മാനസിക സമ്മർദ്ദം, ക്രമാതീതമായ മയക്കുമരുന്ന് ഉപയോഗം, വർദ്ധിച്ചുവരുന്ന പരിസ്ഥിതി മലിനീകരണം എന്നിവയെ മുൻനിർത്തി കൊച്ചി കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ഇന്ത്യൻ നേവി പേഴ്സണൽ എംപവർമെന്റ് കോച്ചായ ആനന്ദ് അംബുജാക്ഷൻ നടത്തുന്ന സൈക്കിൾ പര്യടനത്തിന് തുടക്കമായി. ഫോർട്ട് കൊച്ചി വേളി ഗ്രൗണ്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് ആനന്ദ് അംബുജാക്ഷന്റെ സൈക്കിൾ പര്യടനം ഡെപ്യൂട്ടി മേയർ കെ അൻസിയ ഫ്ലാഗ് ഓഫ് ചെയ്തു. ശ്രീ അരവിന്ദ് അംബുജാക്ഷൻ നമുക്കിവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയൊരു ലഹരിക്കെതിരെ ഒരു സന്ദേശവുമായി ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ അനൂപ്, ഡിവിഷൻ്റെ കൗൺസിലർ ബെനറ്റ് ഫെർണാണ്ടസ്, ADSൻ്റെ ചെയർപേഴ്സൺ മഞ്ജുള അനിൽകുമാർ, മുകുന്ദൻ സർ അടക്കം മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെ ദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് ദിനംപ്രതി നമ്മളിങ്ങനെ എല്ലാവരും നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹവും കുടുംബവും നമ്മുടെ വ്യക്തികളും ഒക്കെ എങ്ങനെയാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഇനി വരുന്ന ഒരു തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും അവർക്കൊരു ബോധവൽക്കരണം നടത്തുവാനും അവരെ ശാക്തീകരിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മളിന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ്, SI M മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും 3-4 കാര്യങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ഈ യാത്ര ഇന്നിവിടെ നിന്ന് ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് മനസ്സിലാക്കാവുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. നമുക്കറിയാം, തൊട്ട് മുന്നേ ഒരു മാസം മുമ്പ് നമ്മുടെ നിയമസഭ തന്നെ ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ പോരാടണമെന്ന് ആഹ്വാനം ചെയ്യുകയും നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി അതിൽ ഒരാളെയും വിട്ടുകളയുന്നില്ല. സ്പോർട്സിൽപ്പെട്ടതാണേലും അല്ലെങ്കിൽ യുവജന സംഘടനകളിൽപ്പെട്ടതാണേലും രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടതാണേലും എല്ലാ വിഭാഗം ജനങ്ങളെ, സമൂഹത്തെ ഒന്നടങ്കം മുൻനിർത്തി ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് പോരാടാനായിട്ട് ശക്തമായ നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.